നമസ്കാരം. പിണറായി വിജയൻ്റെ 10 കൊല്ലത്തെ ദുരന്ത ഭരണം അവസാനിപ്പിക്കുക എന്ന ദൗത്യം നമ്മുടെ മൂക്കിൻ തുമ്പത്ത് എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് വയനാട്ടിൽ കോൺഗ്രസ്സുകാർ പണം പിരിച്ചു, വീട് വെച്ചില്ല എന്ന ആരോപണവുമായിട്ട്, അല്ലെങ്കിൽ നിരന്തരം ആ ചർച്ചകളുമായിട്ട് CPM അനുകൂല മാധ്യമങ്ങളും CPMഉം DYFIയും ഒക്കെ രംഗത്ത് വരുന്നത്. നോക്കൂ, ഇവിടെ ഈ വിഷയത്തിൽ മറുപടി പറയാൻ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പോലും പതറുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പല പ്രവർത്തകരും ചോദിക്കുകയുണ്ടായി, ഇത് എന്തിനു വേണ്ടിയിട്ട് ഈ വീഡിയോകൾ പ്രഖ്യാപിച്ചു, ഇത് എന്തുകൊണ്ട് നമ്മൾ ഡിലേ വരുന്നു എന്ന രീതിയിൽ ചോദിക്കുന്നത് കണ്ടു. കാരണം ആ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇവിടെ 10 കൊല്ലം ഭരിച്ച ഒരു സർക്കാരിൻ്റെ അഴിമതികളോ കെടുകാര്യസ്ഥതകളോ ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത്. ഈ 10 കൊല്ലം ഭരിച്ചവരുടെ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അവരോടല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ് മാധ്യമങ്ങൾ. ഇവിടെ 2025 മാർച്ച് 29 വയനാട്ടിൽ 29 വീടുകൾ പ്രിയങ്ക ഗാന്ധി വന്ന് കൈത്താങ്, രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് എന്ന പദ്ധതിയിലൂടെ 29 വീടുകൾ കൈമാറുകയുണ്ടായി. എത്ര മാധ്യമങ്ങൾ ഇപ്പോൾ അത് പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ വീട് നിർമ്മിക്കാതെ പറ്റിച്ചു എന്ന രീതിയിൽ നരേറ്റീവ് ഉണ്ടാക്കുന്ന ആരെങ്കിലും 29 വീടുകൾ ഒരുമിച്ച് കൈമാറിയ കൈത്താങ് പദ്ധതിയെപ്പറ്റി ഓർക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ, അതിനുവേണ്ടി ഒരു കൈയടിക്കുന്നുണ്ടോ? CPMൽ നിന്ന് സാക്ഷ്യപത്രം കിട്ടാനാണോ കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടത്? അല്ലെങ്കിൽ CPMന് എന്ത് ധാർമ്മികത കോൺഗ്രസിനെ ഈ വിഷയത്തിൽ വിമർശിക്കാൻ? 2018 പ്രളയത്തിന് ശേഷം മാത്രം ഇന്ന് ഈ നിമിഷം വരെ 1184 വീടുകളാണ് കോൺഗ്രസ് പാവപ്പെട്ടവർക്കായിട്ട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത്രയും വീടുകൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടന നിർമ്മിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് കൈയടിക്കാനായിട്ട് ഇവിടുത്തെ CPMകാർക്ക് കഴിയുന്നുണ്ടോ? മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ടോ പ്രളയത്തിന് ശേഷം 1184 വീടുകൾ നിർമ്മിച്ചു കൊടുത്ത കോൺഗ്രസിനെ വിശ്വസിക്കാം, അവർ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുമെന്ന് പറയാൻ ഏതെങ്കിലും മാധ്യമത്തിൽ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയാത്തത്? പിണറായി വിജയൻ്റെ കെടുകാര്യസ്ഥതയിലേക്ക് വിരൽ ചൂണ്ടാതിരിക്കാൻ CPM ഉണ്ടാക്കുന്ന, DYF ഉണ്ടാക്കുന്ന നരേറ്റീവുകളുടെ പുറകെ പോകേണ്ടവരാണോ മാധ്യമങ്ങളും ഇവിടുത്തെ പൊതുസമൂഹവും? 1184 വീടുകൾ ചെറിയ നമ്പറാണോ? പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടന വീടുകൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. സംശയമുള്ള ഒരു KPCC 1000 ഹോംസ് എന്ന ഫേസ്ബുക്ക് പേജുണ്ട്, അവിടെ പോയി നോക്കാം. എന്തുകൊണ്ട് KPCC ഇത് ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം വന്നിരുന്നു. ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചില വീടുകളിലെ ഒട്ടുമിക്ക വീടുകൾക്കും 5 ലക്ഷം രൂപ വെച്ചിട്ടായിരിക്കും KPCC കൊടുത്തിരിക്കുന്നത്. ആവറേജ് പറഞ്ഞതാണ്. അതിൽ പലപ്പോഴും മറ്റ് സംഘടനകളുടെ ഫണ്ട് വേറെയും വാങ്ങിയിട്ടുണ്ടാകും. 5 ലക്ഷത്തിന് വീട് തീരില്ല, 10 ലക്ഷം രൂപയാകും, അല്ലെങ്കിൽ 15 ലക്ഷമാകും. അപ്പോൾ വിവിധ സംഘടനകളുടെ സഹായം കിട്ടിയിട്ടുള്ള വീടുകൾ നമ്മുടെ മാത്രം കീഴിൽ ലിസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ലിസ്റ്റ് KPCCക്ക് പുറത്തിറക്കാൻ കഴിയില്ല. എന്നാൽ പ്രവർത്തകർക്ക് കൂടി ചേർന്നിട്ട് KPCC സഹായിച്ച വീടുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം. 13 ലക്ഷം രൂപ വീട് ഒന്നിന് വരത്തക്ക രീതിയിൽ 25 വീടുകൾ കോതമംഗലത്ത് കോൺഗ്രസിൻ്റെ കൗൺസിലർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ അപ്പായുടെ സ്മരണാർത്ഥം ഇപ്പോൾ 55 വീടുകളാണ് ലക്ഷ്യം വെക്കുന്നത്. 11 വീടിൻ്റെ താക്കോൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പുനർജനി പദ്ധതി, VD സതീശൻ സാറിൻ്റെ പുനർജനി പദ്ധതിയിൽ വീടുകൾ കൊടുക്കുന്നുണ്ട്. KC വേണുഗോപാൽ MPയുടെ ആലപ്പുഴയിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത് തന്നെ 2-3 വീടുകളുണ്ട്. ഈ രീതിയിൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രസ്ഥാനവും ഇൻകാസ് പോലെയുള്ള ഇവരുടെ പോഷക സംഘടനകളും ഒക്കെ ഉമ്മൻചാണ്ടി ട്രസ്റ്റിൻ്റെ പേരിലും പല ഹസ്ത ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പല കോൺഗ്രസ് ട്രസ്റ്റുകളുണ്ട്. എല്ലാത്തിൻ്റെയും പേരിൽ വീടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പൈസ എവിടെയെന്ന് ചോദിക്കുന്നു. 1,05,00,000 രൂപ പിരിച്ചു എന്ന് അവർ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് സഹിതം എല്ലാ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി. എന്നിട്ടും ഇപ്പോഴും മാധ്യമങ്ങൾ അശോകൻ ചരുവിലും മറ്റേ ജേക്കബിനെയൊക്കെ പോലെയുള്ള വിജയൻ്റെ അടിമകൾ വന്നിട്ട് ചോദിക്കുക, എവിടെ പണം, എന്തിനാണ്, എവിടെ പൈസ പിരിച്ചതെന്ന്. 1,05,00,000 പിരിച്ചു എന്ന് ഒരു മാധ്യമങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് സഹിതം മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി എല്ലാ ദിവസവും വന്ന് നിങ്ങളെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി പണം പിരിച്ചു, ഇനി വീട് നിർമ്മിച്ച് വീടിൻ്റെ താക്കോല് കൈമാറുമ്പോഴത്തേക്ക് ഈ പിരിച്ചെടുത്ത പണത്തിൻ്റെ തുക എത്രയാണ് വരവ് ചെലവ് നമ്മൾ വന്നിട്ട് വെക്കണം. അല്ലാതെ എല്ലാ ദിവസവും വന്ന് കമ്പി വാങ്ങുമ്പോൾ പൈസ, സിമൻറ്റ് വാങ്ങുമ്പോൾ കണക്ക്, തേക്കുമ്പോൾ കണക്ക്, അങ്ങനെയാണോ കണക്ക് വെക്കുന്നത്? വീട് നിർമ്മിക്കാനായിട്ട് പണം പിരിച്ചിട്ടുണ്ട്. 1 കോടി രൂപയുടെ മറ്റേ യൂത്ത് കോൺഗ്രസും അത്രത്തോളം പൈസ കോൺഗ്രസും പിരിച്ചിരിക്കുന്നു. ഈ പൈസ കൊണ്ടൊന്നും ഈ വീടുകൾ തീരത്തില്ല. അതിന് മറ്റ് സ്പോൺസർഷിപ്പുകൾ വേണം. ആ സ്പോൺസർഷിപ്പുകളൊക്കെ കണ്ടെത്തിയ വീട് പൂർത്തീകരിച്ചിട്ട് വീടിൻ്റെ താക്കോൽ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വരവ് ചെലവ് കണക്ക് വെക്കും. 1184 വീട് പണിത് കൊടുത്ത കോൺഗ്രസ് പാർട്ടിക്ക് ഇത് സാധ്യമാകും. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി, സത്യമാണ്.
പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടന, എത്ര പ്രതിപക്ഷത്ത് 10 കൊല്ലമായിട്ടിരിക്കുന്ന സംഘടന എങ്ങനെയാണ് ഇത്രയധികം വലിയ പ്രവർത്തനം മുന്നോട്ട് പോവുക? അവരെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ ഇത് പ്രഖ്യാപിച്ചു, ഇനി അത് തീർക്കാനായിട്ട് ഡിലേ വന്നു. അപ്പോൾ പോലും ഇവരുടെ ഭൂതകാലം ആലോചിക്കുമോ? ഇത്രയധികം വീടുകൾ നിർമ്മിച്ചു കൊടുത്തവർ 100 വീട് നിർമ്മിക്കാൻ അവരെ കൊണ്ട് പറ്റും. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ 20 കോടി രൂപ കൊടുത്തില്ലേ? ഇവിടുത്തെ DYFI CPM ഒരു വീട് വെച്ച് കൊടുത്തു. ഇതിനിടയിൽ ഈ പിരിച്ചെടുത്ത തുകയിൽ നിന്ന് ദുരിതബാധിതർക്ക് 4-5 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി വന്ന് കൈമാറുകയുണ്ടായി. ഇവരുടെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടവർക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ മേടിച്ചു കൊടുക്കുകയുണ്ടായി, ചികിത്സാ സഹായം കൊടുക്കുകയുണ്ടായി, വിദ്യാഭ്യാസ സഹായം കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം ഇതിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ഏറ്റവും മുന്നിലുണ്ടായിരുന്ന സംഘടനകൾ യൂത്ത് കെയറും ഈ കോൺഗ്രസിൻ്റെ സംഘടനകളും യൂത്ത് ലീഗും ഒക്കെ അല്ലേ, അല്ലാതെ DYFIയും CPM ഒന്നുമല്ലല്ലോ. അന്ന് ഭക്ഷണം കൊടുത്ത യൂത്ത് ലീഗിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയെ പോലും തടസ്സപ്പെടുത്തിയവരാണ് ഈ പറയുന്ന സഖാക്കൾ. എന്നിട്ട് ഈ സഖാക്കൾക്ക് ഉളുപ്പില്ല എന്നത് മനസ്സിലാക്കാം. മാധ്യമങ്ങൾ എന്തടിസ്ഥാനത്തിനകത്തുള്ളൂ ഒരിക്കൽ കൂടി പറയുന്നു. 1184 വീടുകൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കൊടുത്ത കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാടിലെ വീടുകൾ എന്താ പറയുക, പൂ പറിക്കുന്നത് പോലെ നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഡിലേ വന്നു, അവർ സ്ഥലം ഏറ്റെടുക്കുന്നു. ഈ സ്ഥലം ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അവിടെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ മറ്റേ വസീഫും സംഘവും അവിടെ പോയിരുന്ന് സമരം ചെയ്യുന്നതുകൊണ്ട് കൂടി അവിടെ ആന ഇറങ്ങുന്ന സ്ഥലത്ത് നീ കുടിലും കെട്ടി ഇത്ര നാൾ ഇരുന്നല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ കുറച്ച് ഡിലേ വന്നല്ലേ, സർക്കാർ 2-2.5 കൊല്ലമായില്ലേ, ഇതുവരെ ഒരു വീട് കൈമാറാൻ പറ്റുമോ? ഇല്ലല്ലോ. പ്രതിപക്ഷത്തിരിക്കുന്ന ലീഗ് കൈമാറി, കോൺഗ്രസ് കൂടി സർക്കാരിനേക്കാൾ മുമ്പേ വീട് കൈമാറണമെന്നാണ് പറയുന്നത്. അതൊക്കെ സാധ്യമാകുന്ന കാര്യമാണോ? അവരിത്തിരി ഡിലേ വന്നു, എന്നാലും നടത്തും. എന്തുകൊണ്ട് നടത്തുമെന്ന് ചോദിച്ചാൽ 1184 വീടുകൾ 2018 ശേഷം ഇവിടുത്തെ പാവങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് പറയുന്നത്. അവിടെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തും. ഈ കഴിഞ്ഞ വർഷം 29 വീടുകൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 29 വീടുകൾ പാവപ്പെട്ടവർക്ക് കൊടുത്ത രാഹുൽ ഗാന്ധിയെ നോക്കിയിട്ടും CPMകാർ ചോദിക്കുക, രാഹുൽ പറഞ്ഞ 100 വീട് എവിടെയെന്ന്. ഇവിടെ നീയൊക്കെ പറയാതെ നിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ 29 വീട് ഒരുമിച്ച് കഴിഞ്ഞ വർഷം കൊടുത്ത മനുഷ്യനാണ്. നിൻ്റെ ഒന്നും സാക്ഷ്യപത്രം കിട്ടിയിട്ട് ഇവിടെ ഒരു പുല്ലും സംഭവിക്കാനില്ല, അല്ലെങ്കിൽ ഇവിടെ ആർക്കും ഒരു നേട്ടവും ഇല്ല. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് മറ്റേ 8 മടക്കി പിണറായി വിജയൻ്റെ അടുക്കളയിൽ കൊണ്ടുവെക്കുക.